ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നെത്തോലി വറവൽ ഉണ്ടാക്കിയാലോ? ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് ഇതിന്. അതിന് വേണ്ടി ഒരു നെത്തോലി എടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും എടുത്ത് നല്ലപോലെ തേച്ച് വെച്ചിരിക്കുന്നു. ഇത് അരമണിക്കൂറായി തേച്ച് വെച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഈ നെത്തോലി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പാത്രത്തിലോട്ട് കോരി മാറ്റണം. ഈ പരുവം മതി. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ സവാള, ചുവന്നുള്ളി, സവാള, കറിവേപ്പില ഇത്രയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് വഴന്നു വരുന്നത് വരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക എല്ലാവർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിനുമൊക്കെ. നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ കുറച്ച് ഗ്രേവി ഇച്ചിരി അധികമായിട്ട് കുറച്ചുകൂടെ ഉള്ളി ചേർത്ത് വേണം വഴറ്റാൻ, അല്ലെങ്കിൽ മസാല കുറഞ്ഞു പോകും. സവാള നല്ലപോലെ കുറച്ച് മൊരിയണ രീതിയിൽ വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, കുറച്ച് ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, മീൻ പൊരിക്കാൻ മുളക് പൊടി എടുത്തിട്ടിരിക്കണോണ്ട് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അര ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവ് അധികം ഇല്ല, അതാണ് കുരുമുളക് ചേർത്തത്. കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. തീ നല്ല കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ. രണ്ട് ഉണക്കമുളക് കൈ കൊണ്ട് നല്ലപോലെ പൊടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല രുചി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊരിച്ചു വെച്ച നെത്തോലി ഇട്ട് കൊടുക്കും. ഇതെല്ലാവരും ചെയ്തു നോക്കണം. വളരെ ടേസ്റ്റുള്ള ഒരു വറവലാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് തിരുവിയ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്താലും മതി. നല്ലപോലെ മൂത്ത് വരണം. തേങ്ങാക്കൊത്ത് ഇല്ലാത്തത് കൊണ്ടാണ് തിരുവിയ തേങ്ങ ഇട്ട് കൊടുത്തത്. അത് പ്രത്യേക ഒരു മണം കിട്ടാനാണ്, മണവും ചൊവ്വയെല്ലാം കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം നല്ല ആവശ്യത്തിനുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല വറവലാണത്. ഇതിൽ എടുക്കണ സമയത്ത് ഒരു ഇച്ചിരി നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നാരങ്ങ നീര് പിഴിഞ്ഞിട്ടാൽ മതി.
ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിലാണ് കാണുന്നത്. കറിവേപ്പിലയും ഉണക്കമുളകിൻ്റെ ഇതും എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ചേക്കും. വറവൽ എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ഇതിലൂടെ എന്നെ അറിയിക്കണേ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചീനിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു നല്ല മസാല ഇട്ട വറവലാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് വളരെ എളുപ്പമുള്ളതാണ്. പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനും വളരെ എളുപ്പത്തിൽ ചെയ്യാനും രുചികരവുമായ ഒരു റെസിപ്പിയാണ്. ഇനി നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.